ഹേ ഗായ്സ്, അപ്പം ഞാൻ അടിച്ചു മാറ്റിയ സ്വിഫ്റ്റ് കാറ് തുടക്കുകയായിരുന്നു ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ സെമിയോൻ നമുക്കൊരു കാറ് തന്നിട്ടുണ്ട് ഗൈസ്. ആ കാറ് വേറെ കാറൊന്നുമല്ല ഗൈസ്, ഈ കാറാണ്, ഈ റെഡ് കളർ കാറ്. പിന്നെ നമ്മുടെ 4 കാറിൽ ഉള്ള കാരണം കുഴപ്പമില്ല ഗൈസ്. ഒരെണ്ണം ബൈക്കിൻ്റെ രണ്ടാമത്തെ എടുക്കുക ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ മറ്റേ വീട്ടിലോട്ടേക്കൊന്ന് പോവുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ പോകുമ്പോൾ നമ്മുടെ വണ്ടി അവൻ എടുക്കുന്നൊക്കെ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായി ഗൈസ്. ഇത് വലിയ വീഡിയോ ആണ് ഗൈസ്. ഈ വീഡിയോ നമ്മളിടാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഈ വഴിക്കൂടെ കയറി പോവാം ഗൈസ്. പക്ഷെ നമ്മൾ ഈ വഴിക്കൂടെ പോയാൽ മതി, നമുക്ക് ഫ്രണ്ടിലെത്തണം ഗൈസ്. അവൻ നമ്മൾ അടിച്ചു മാറ്റിയപ്പോൾ തന്നെ അവൻ വേറെ സ്ഥലം മാറി ഗൈസ്. ഇവിടെ നിന്ന് സ്ഥലം മാറി വേറെ സ്ഥലത്തോട്ടേക്ക് അവൻ മാറി ഗൈസ്. അപ്പം നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിത് ഇങ്ങനെ നിർത്തിയിട്ട് നമ്മുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ പാക്ക് ചെയ്തിട്ട് കാണാം ഗൈസ്. അതിന് മുന്നേ ഗൈസ് നമുക്ക് ഡ്രസ്സ് മാറാനായിട്ട് പോകും ഗൈസ്. ഗൈസ് അപ്പം നമ്മൾ അന്ന് ഡ്രസ്സ് മാറുന്ന സ്ഥലം മാറ്റിയിട്ട് ഇവിടെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഡ്രസ്സ് മാറിയിട്ടൊന്ന് അപ്പം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ഡ്രസ്സുകളൊക്കെ വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളിനി നമ്മുടെ താറ് വാങ്ങാനായിട്ട് പോകണം ഗൈസ്. നമ്മുടെ വണ്ടിയാണെങ്കിൽ പുതിയത് വാങ്ങാനായിട്ട് പോകണം ഗൈസ്. നമ്മുടെ വണ്ടി പിന്നെ സർവീസ് ചെയ്യാനും കയറ്റണം അവിടെ തന്നെ ആയിട്ട്. നമുക്ക് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ ഡ്രസ്സ് നേരെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ വേഗം പോവാണ് ഗൈസ്. നമ്മുടെ ഈ വണ്ടിയാണെങ്കിൽ കൺട്രോളൊന്നും നിൽക്കാനില്ല, ഡ്രിഫ്റ്റായി പോവാണ് ഗൈസ്. ഗൈസ് നേരത്തെ അവിടെ പോയി ഇടിച്ചു ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ അതൊന്നും മൈൻഡൊന്നും ചെയ്യണില്ല ഗൈസ്. അപ്പം നമുക്ക് നേരെ പോവാം. അപ്പം നമ്മൾ വീടിൻ്റെ അവിടെയൊക്കെ എത്താറൊക്കെ തന്നെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ മറ്റേ വണ്ടി മാത്രം നമ്മുടെ കൂട്ടുകാരൻ കൊണ്ടുപോയിട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്തി വയ്ക്കാം. അപ്പോൾ സിമ്പിളായിട്ട് കയറ്റിക്കൊണ്ട് പോവാം ഗൈസ്. അയ്യോ ചെപ്പുമ്മക്കൂടെ ഞാൻ അറിയാണ്ടൊന്ന് കയറ്റി ഗൈസ്. അത് സാരില്ല ഗൈസ്, നമ്മളെ വീടല്ലേ, ഒരു കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി നിർത്താം. ഇങ്ങനെ ഇരിക്കട്ടെ ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് സ്വിഫ്റ്റ് കാർ മാറിയിട്ട് മറ്റേ കാർ എടുത്തുകൊണ്ട് പോകാം ഗൈസ്. സ്വിഫ്റ്റ് കാർ എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവന് വേണമെന്നൊക്കെ തന്നെയാണ് അവൻ പറഞ്ഞത് ഗൈസ്. അപ്പം നമ്മുടെ റെഡ് കാർ കൊണ്ടുപോവാണ്. സ്വിഫ്റ്റ് കാർ പിന്നെ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകാം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി കയറാം ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ഈ വണ്ടി അങ്ങോട്ട് എടുത്തു ഗൈസ്. അവനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ മറ്റേ സ്വിഫ്റ്റ് കാർ അങ്ങോട്ട് കൊണ്ടുപോയി ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ അയ്യോ വഴി തെറ്റി ഗൈസ്. ഇങ്ങോട്ടായിരുന്നു നമുക്ക് ഷോറൂമിലോട്ടേക്കാണ് പോകേണ്ടത്. വഴി തെറ്റിന്നൊക്കെ തന്നെയാണ് തോന്നുന്നത് ഗൈസ്. വഴി തെറ്റിയിട്ടില്ല ഗൈസ്. ഈ പുള്ളിക്കാരൻ പോണില്ലല്ലോ, ഫ്രണ്ടിലും പോകണടിക്കോ. ഗൈസ് അപ്പം നമ്മൾ കുറേ ഹോൺ അടിച്ച് പുള്ളിക്കാരനാണെങ്കിൽ ഇത്തിരി സ്ഥലം തന്നു പൊക്കോളാൻ പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഇങ്ങനെ പോവാണ്. നമുക്ക് ഇത്തിരി സ്ഥലം കിട്ടിയിട്ട് ഗൈസ് ഇപ്പം ഇടിച്ചേനെ ഗൈസ്. ഈ വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ ഈ വഴിയിലെത്തിയുണ്ട് ഗൈസ്. അയ്യോ ഗൈസ് യൂട്ടേൺ എടുക്കേണ്ടി വരും, വഴി തെറ്റി. നമുക്ക് ഈ വഴി കൂടെ കയറിക്കുക ഗൈസ്. നമ്മളെ ഈ വണ്ടിയാണെങ്കിൽ പുല്ലിക്കോള് സൂപ്പറായിട്ട് പോകുന്നുണ്ട് ഗൈസ്.
ഈ വണ്ടിയാണ് പെട്ടെന്ന് സ്വിഫ്റ്റ് കാറിനെ പോലെയാണ് ഗൈസ് ഈ വണ്ടി ഡ്രിഫ്റ്റ് ആവുന്നത് നല്ലോണം. പക്ഷേ ആ കാറിൻ്റെ അത്രയും വരില്ല ഈ വണ്ടി ആ കാറിൻ്റെ അത്രയും വരില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി വണ്ടി ഇവിടെ ഇട്ടിട്ട് ഉള്ളിലോട്ടേക്ക് കയറാം ഗൈസ്. അതിനായിട്ട് നമ്മൾ നമ്മുടെ വണ്ടീൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ എത്തി ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ മറ്റേ വണ്ടി കിടക്കണുണ്ട് ഗൈസ്. ഫുള്ള് റെഡ് കളറാണ് വണ്ടി കിടക്കുന്നത്. നമുക്കാണെങ്കിൽ നമ്മുടെ താറാണ് വേണ്ടത്. നമ്മൾ ഈ കളർ മാറ്റാനായിട്ട് ബെന്നിയുടെ ഷോപ്പിലോട്ടേക്ക് കൊണ്ടുപോകും ഗൈസ് എന്തായാലും. അപ്പോൾ നമ്മളാണെങ്കിൽ താറിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. സീനാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി അവന്മാർ കൊണ്ടുതരാമെന്നൊക്കെ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. ബെന്നിയുടെ ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ്. നിങ്ങളൊന്ന് തിരിച്ചാൽ മതി. കാരണം ബെന്നിയുടെ ഷോപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ അവൻ ഇവിടെയാണ് ഇപ്പോൾ ജോലി എടുക്കുന്നത് ഗൈസ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പൊക്കോളാനാണ്. നമുക്കാണെങ്കിൽ വണ്ടിയില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്നോ കുഴപ്പമില്ല എന്നൊക്കെ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് അവൻ. ഇവിടെ ഒരു വണ്ടി വന്നിട്ടില്ല ഗൈസ്. ആകെ എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ ഗൈസ്. നമുക്ക് നേരെ ഇവിടെ തിരിഞ്ഞിക്കാം ഗൈസ്. തിരിഞ്ഞ് വേണം നമുക്ക് പുറത്തു പോയി നിൽക്കാം ഗൈസ്. ഇവിടെ നിൽക്കാം ഗൈസ്. ശരി ഗൈസ്. അപ്പോൾ സമയം പറഞ്ഞത് നമ്മളോട് കുറച്ച് നേരം ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ പുറത്തോട്ടേക്ക് പോയി നിന്നോളാനൊക്കെ തന്നെയാണ് അവൻ പറഞ്ഞത്. അവൻ വണ്ടീൻ്റെ കളർ മാറ്റുമ്പോൾ പെയിൻ്റൊക്കെ മേത്തേക്ക് ആവും എന്നൊക്കെ തന്നെയാണ് അവൻ പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിൽക്കാം ഗൈസ്. ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇതൊക്കെ സിമൻ്റ് എങ്ങാണ്ടാണ് ഗൈസ്. നമുക്ക് ഇങ്ങനെ നിൽക്കാം. ഓക്കേടാ. ആടെ സമയാനെ നിൻ്റെ വണ്ടി ശരിയാക്കി കഴിഞ്ഞു. ആടാ കേട്ട് ശരി ഗൈസ്. അവൻ പറഞ്ഞത് നമ്മുടെ വണ്ടിയൊക്കെ ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. നമുക്ക് ഓടിച്ചെല്ലണം ഗൈസ്. ഇല്ല ഗൈസ്, അവൻ പിന്നെയും വിളിക്കണ്ടില്ല. അവനിങ്ങോട്ട് ഇല്ലേ? ആടാ അതില്ല, ഞാനും നിൻ്റെ വണ്ടി ശരിയാക്കിയിട്ട് വീട്ടിലോട്ടേക്ക് പോടാ. നീ സ്പീഡിലധികം എടുക്കണ്ട. പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഡോറൊക്കെ ചമ്മന്തിയാവും. സ്ക്രാച്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ പേജും മാറ്റാൻ പറ്റൂല കേട്ടോ. ആടാ എന്നൊക്കെ തന്നെയാണ് നമ്മൾ അവനോട് പറഞ്ഞത് ഗൈസ്. നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ആണ് അധികം സ്പീഡിൽ പോകുന്നതെന്നാണ് അവൻ പറഞ്ഞത്. ഇവിടെ എന്താണാവോ വണ്ടി വരാത്ത ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം വട്ടം ചുറ്റുക വേണ്ട ഗൈസ്. നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോകണം. നമ്മുടെ കാറൊക്കെ അവന്മാർ ഇനി കൊണ്ടുപോയിട്ടുണ്ടാവും ഗൈസ്. ഇപ്പോൾ അവിടെ 2 വണ്ടിയുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഉച്ചയായി ഗൈസ്. ഒരു 3:34 തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോകണം. നമുക്ക് ഷോർട്ട് കട്ട് വഴി എടുത്ത് കയറാം ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ചെക്കിങ് ആയിരുന്നു, പോലീസ് ചെക്കിങ്. ഇപ്പോൾ ചെക്കിങ് ഒക്കെ മാറി ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ പിന്നെയും പോവാണത്. പിന്നെ ഗൈസ് ആരും വിളിക്കണ്ടില്ല എടുക്കാം. അടാ വണ്ടിൻ്റെ ഡിക്കിൻ്റെ ഉള്ളിലല്ലേ ഒരു സാധനം ഇട്ടുണ്ട് കേട്ടോ. അത് നീ വീട്ടിൽ ചെന്നിട്ട് വെച്ചോ. ആടാ കുഴപ്പമില്ല, ഞാൻ വെച്ചോളാം. ശരി. അപ്പോൾ നമ്മൾ ആന്നൊക്കെ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അവൻ സീറ്റിനുള്ളിൽ വെച്ചേക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ വണ്ടി വെയിലത്ത് വെക്കേണ്ട, ഇവിടെ ഒതുക്കിയിടാം ഗൈസ്. കുഴപ്പമില്ല. ഇടിക്കരുതെന്നൊക്കെ തന്നെയാണ് അവൻ നമ്മളോട് പറഞ്ഞത് ഗൈസ്. അയ്യോ ഗൈസ്, ഇങ്ങനെ നിർത്തിയാൽ മതിയോ?
ഗൈസ് അപ്പോൾ നമ്മൾ ആണെങ്കിൽ പുറകിൽ നിന്നിട്ട് ഓടിക്കുകയാണ് ഗൈസ്. വേണ്ട ഗൈസ്, നമ്മൾ പുറകിൽ നിന്നിട്ടാണ് ഓടിക്കുന്നത് ഗൈസ്. സീനായി ഗൈസ്. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അപ്പോൾ അവൻ നമുക്ക് തന്ന സാധനം എന്താണെന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. ഫിറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ് നമുക്ക്. ഗൈസ് ആ സാധനം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. സൈക്കിളാണ് അവൻ ഈ സാധനത്തുമ്പോൾ ഫിക്സ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ എന്താണ് നമ്മുടെ MVD പിടിക്കാൻ. നമുക്കാണെങ്കിൽ ഒന്ന് സൈക്കിളൊന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ഈ സൈക്കിളാണെങ്കിൽ കുഴപ്പമൊന്നും തന്നെ ഇല്ല ഗൈസ്. അധികം സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് ഗൈസ്. ഇതേ പിന്നെ അവൻ വിളിക്കണം ഗൈസ്. എടുക്കുക ഗൈസ്. ആടാ ആ സൈക്കിളില്ലേ നിനക്ക് സമ്മാനം നിന്ന് അടങ്ങുന്നുണ്ട്. ആടാ കുഴപ്പമില്ല, നല്ല സൈക്കിൾ തന്നെയാണ്. ആടാ ഓക്കെ ശരി എന്നാ. വയസ് ആടാ വയസ് അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ വയസ്. അപ്പം നമുക്ക് നേരെ ഈ സൈക്കിളും കൊണ്ടുവന്ന് പോവാ വയസ്. ഗൈസ് പിന്നെ ആ വണ്ടിയിലാണെങ്കിൽ സീറ്റൊന്നും പിടിപ്പിച്ചിട്ടുണ്ടായില്ല. സീറ്റ് നമ്മുടെ ബെന്നിയാണ് നമുക്ക് പിടിപ്പിച്ച് തന്നേക്കണം ഗൈസ്. ബെന്നിയല്ലേ സെമിയോൺ പിടിപ്പിച്ച് തന്നു ഗൈസ് നമുക്ക്. അപ്പോൾ അവൻ നമ്മളാണെങ്കിൽ നമ്മുടെ വണ്ടി അവനോട് എടുത്തോളാനൊക്കെ തന്നെയാണ് പറഞ്ഞത് ഗൈസ്. അതാണെങ്കിൽ ബെന്നിയും സെമിയോണും കൂടി നടത്തുന്ന കടയാണ്. അതുകൊണ്ടാണ് ഞാൻ ബെന്നിയും സെമിയോണെന്നൊക്കെ പറയണം ഗൈസ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തൊന്ന് ചെന്ന് കാണാം ഗൈസ്. മുകളിലോട്ടേക്ക് പോകണം. വയ്യാണ്ടായി വണ്ടി കാണിച്ചുകൊണ്ട് വന്നിട്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് നിൽക്കാം. ഗൈസ് അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ജിം ഗൈസ്. ഇനി നമുക്ക് ഓടണം. സാധനത്തിൽ കയറി കുറച്ച് നേരം ഒന്ന് ഓടാം ഗൈസ്. ഓടണോ വേണോ? അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളതിൻ്റെ ഇടയിൽ കൂടി ഇരിക്കുകയാണ്. ഗൈസ് അപ്പം നമ്മളിങ്ങനെ ഓടി പോവാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.